ഒരു ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ SIP സ്റ്റാർട്ട് ചെയ്തു, ഓട്ടോമാറ്റിക് ഡെബിറ്റും സെറ്റ് ചെയ്തു. ഇനി അങ്ങോട്ട് മാർക്കറ്റിൽ കറക്ഷൻ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇടിയുന്നത് അതാണോ നിക്ഷേപകന് നല്ലത്? മാർക്കറ്റ് ഇടിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടിൻ്റെ NAV കുറഞ്ഞു വരിക എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇങ്ങനെ നഷ്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ സംഭവിക്കുന്നതാണ് നല്ലത് എന്നൊരു സംസാരം പരക്കെ നമ്മുടെ നാട്ടിലുണ്ട്. നിങ്ങളും അങ്ങനെ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു മറു ചോദ്യമുള്ള ഇതാണ്, നമ്മൾ SIP സ്റ്റാർട്ട് ചെയ്തത് എന്തിനു വേണ്ടിയാ? നമ്മുടെ പണത്തെ ഗ്രോ ചെയ്യിപ്പിക്കാൻ വേണ്ടി, കുറച്ച് കാലം കൊണ്ട് ഒരു വലിയ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. ഇങ്ങനെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എങ്കിൽ എങ്ങനെയാണ് പണം ഗ്രോ ചെയ്യുക? എങ്ങനെയാണ് വെൽത്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുക? നിക്ഷേപിച്ച പണം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമല്ലേ ഇവിടെ ഉണ്ടാവുക? യെസ്, അപ്പോൾ നമ്മൾ കൺഫ്യൂഷനിലായി കഴിഞ്ഞു. ഈ ഒരു വിഷയത്തെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ഈ ചാപ്റ്ററിൽ പരിശോധിക്കുക. ഞാൻ ഡേസൺ ജോസഫ്, വെൽക്കം ടു അനദർ വീഡിയോ. നമ്മളിപ്പം ഒരു SIP സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അറിയാലോ, SIP സ്റ്റാർട്ട് ചെയ്യുന്നത് ലോങ് ടൈമിലേക്കാണ്. അല്ലാതെ 1 കൊല്ലം കഴിഞ്ഞോ, 1.5 കൊല്ലം കഴിഞ്ഞോ, 2.5 കൊല്ലം കഴിഞ്ഞോ ആവശ്യമുള്ള പണം കൊണ്ടുപോയി ഇടാൻ വേണ്ടിയുള്ള സ്ഥലമല്ല ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾ. അപ്പോൾ ലോങ് ടൈമിലേക്കാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്. അതുപോലെ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ഫണ്ടുകൾ നമുക്ക് യോജിച്ചവയായിരിക്കണം. അല്ലാതെ നമ്മുടെ സുഹൃത്തിന് യോജിച്ച ഫണ്ടിൽ അല്ലെങ്കിൽ അയൽവാസിക്ക് യോജിച്ച ഫണ്ടിൽ അല്ല നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ SIP സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ നമ്മൾ ഒരു ജേണി ആരംഭിക്കുകയാണ്, യാത്ര ആരംഭിക്കുകയാണ്. എന്ത് ജേണി? ഇൻവെസ്റ്റ്മെന്റ് ജേണി. ഈ യാത്രയെ നമുക്ക് 3 സ്റ്റേജുകളായിട്ട് തരംതിരിക്കാൻ വേണ്ടി പറ്റും. ഒന്നാമത്തെ സ്റ്റേജിനെ പറയുന്ന പേരാണ് ഏർലി ഫേസ്. ഇൻവെസ്റ്റ്മെന്റ് ആരംഭിച്ച് 5 വർഷം വരെയുള്ള ഒരു കാലഘട്ടം ഉണ്ടല്ലോ, ആദ്യത്തെ 5 വർഷങ്ങൾ, ഇതിനെ പറയുന്ന പേരാണ് ഏർലി ഫേസ്. ഇനി രണ്ടാമത്തെ സ്റ്റേജ് മിഡിൽ ഫേസ് ആണ്. 5 വർഷം മുതൽ ഒരു 12 വർഷം വരെയൊക്കെയുള്ള ഒരു കാലഘട്ടം ഉണ്ടല്ലോ, അതിനെ പറയുന്ന പേരാണ് മിഡിൽ സ്റ്റേജ്. ഇനി മൂന്നാമത്തെ സ്റ്റേജ് ഫൈനൽ സ്റ്റേജ് ആണ്. അതായത് അവസാനത്തെ 3 മുതൽ 5 വർഷം വരെയുള്ള കാലഘട്ടം. അപ്പോൾ നമ്മുടെ SIP യാത്രയുടെ ഇൻവെസ്റ്റ്മെന്റ് ജേണിയുടെ ഇയർലി ഫേസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 4-5 വർഷങ്ങൾ. ഈ ഒരു സമയത്ത് മാർക്കറ്റ് ഇടിയുന്നത്, മാർക്കറ്റിൽ കറക്ഷൻ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മ്യൂച്വൽ ഫണ്ടിന്റെ NAV താഴേക്ക് പോകുന്നത് ഒരു ബ്ലെസ്സിങ് ആണ്, അനുഗ്രഹമാണ്. ശരിക്കും ആ ഒരു സമയത്ത് NAV താഴേക്ക് പോകാനാണ് ഒരു സ്മാർട്ടായ ഇൻവെസ്റ്റർ ആഗ്രഹിക്കേണ്ടത്. പക്ഷെ നമുക്കറിയാം, ഒരിക്കലും സ്ട്രെയിറ്റ് ലൈനിൽ ഇത് താഴേക്ക് പോവില്ല, അങ്ങനെ പോവാനും പാടില്ല. പിന്നെ എങ്ങനെയാണ്? താഴേക്കാണെങ്കിലും ഇങ്ങനെ കയറി ഇറങ്ങിയാണ് താഴേക്ക് ഇറങ്ങുക. കറക്ഷൻ എന്നാണ് ഇതിനെ പറയുക, ഇടിവെന്നല്ല ഇതിനെ പറയുക. എന്ന് മാത്രമല്ല, ഈ ഏർലി ഫേസിലെ 5 വർഷവും തുടർച്ചയായിട്ട് ഇറക്കം എന്നല്ല ഉദ്ദേശിച്ചത്. ആക്ച്വലി കയറ്റം തന്നെ ആയിരിക്കും. പിന്നെ എന്താണ്? ശക്തമായ കറക്ഷനുകളോട് കൂടിയിട്ടുള്ള കയറ്റം. ശരിക്കും സ്മാർട്ടായ ഒരു ഇൻവെസ്റ്റർ ഈ ഒരു ഏർലി സ്റ്റേജിൽ ഗ്രോത്തിനെ പറ്റിയോ പ്രോഫിറ്റിനെ പറ്റിയോ അല്ല ചിന്തിക്കേണ്ടത്. മറിച്ച് തങ്ങളുടെ SIP ബാസ്ക്കറ്റിലേക്ക് പരമാവധി യൂണിറ്റുകൾ എങ്ങനെ വരണം എന്നാണ് ചിന്തിക്കേണ്ടത്. മ്യൂച്വൽ ഫണ്ട് യൂണിറ്റിന്റെ സൈലന്റ് ആയിട്ടുള്ള ഒരു അക്യൂമുലേഷൻ ആയിരിക്കണം ഇവിടെ നടക്കേണ്ടത്. ഈ ഒരു സമയത്ത് നമ്മുടെ പോർട്ട്ഫോളിയോ ചുമന്നിരുന്നോട്ടെ, ഒരു കുഴപ്പവുമില്ല. പച്ചയാകണമെന്ന് കാര്യമായിട്ട് ആഗ്രഹിച്ചില്ലെങ്കിലും പ്രശ്നമില്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ മാസം 25,000 രൂപയാണ് SIP ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ആരംഭിച്ച സമയത്ത് ആ ഒരു ഫണ്ടിന്റെ NAV 100 രൂപയായിരുന്നു. അപ്പോൾ ആദ്യത്തെ മാസം എത്ര യൂണിറ്റ് ആണ് കിട്ടിയത്? 250 യൂണിറ്റുകളാണ് നമ്മുടെ ബാസ്ക്കറ്റിലേക്ക് വീണത്. ഇനി രണ്ടാമത്തെ മാസമായപ്പോഴത്തേനും മാർക്കറ്റ് ഇടിവാണ്. NAV എത്രയായി കുറഞ്ഞെന്നറിയാവോ? NAV 90 ആയി. അപ്പോൾ നമുക്ക് 278 യൂണിറ്റുകൾ കിട്ടി. അടുത്ത മാസം ആയപ്പോഴത്തേനും വീണ്ടും NAV ഇടിഞ്ഞു, അത് 80 രൂപയായെന്ന് വിചാരിക്കുക. ആ മാസം നമ്മുടെ ബാസ്ക്കറ്റിലേക്ക് വീണത് 313 യൂണിറ്റുകളാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ കറക്ഷൻ ഉണ്ടാകുമ്പോൾ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിന്റെ NAV ഇടിയും. അപ്പോൾ നമ്മുടെ SIP എമൗണ്ട് കൊണ്ട് നമുക്ക് കൂടുതൽ യൂണിറ്റുകൾ സ്വന്തമാക്കാൻ വേണ്ടി പറ്റും. ഇത് നല്ലതാണ്. ഏത് സ്റ്റേജിൽ? ഏർലി ഫേസിൽ. നമ്മൾ പൊതുവെ പറയാറുണ്ട്, SIPയുടെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് റുപ്പി കോസ്റ്റ് ആവറേജിങ് എന്നൊരു സംഗതിയാണെന്ന്. ആ റുപ്പി കോസ്റ്റ് ആവറേജിങ് ഏറ്റവും നല്ല രീതിയിൽ നടക്കേണ്ട സ്റ്റേജ് ഈ ഏർലി ഫേസ് ആണ്.
അപ്പോൾ ഒന്നുകൂടി എടുത്തു പറയുവാണ്, ഇയർലി ഫേസിൽ നമ്മൾ ഗ്രോത്തിനെ പറ്റിയോ പ്രോഫിറ്റിനെ പറ്റിയോ അല്ല ചിന്തിക്കേണ്ടത്, മറിച്ച് എന്താണ്, നമ്മുടെ SIP ബാസ്ക്കറ്റിലേക്ക് പരമാവധി യൂണിറ്റുകൾ വരേണ്ടതിനെ പറ്റിയാണ് ചിന്തിക്കേണ്ടത്. പിന്നെ ഒരു കാര്യം ഒന്നുകൂടെ പറഞ്ഞേക്കാം, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകൾ കറക്റ്റ് ആയിരിക്കണം, നിങ്ങൾക്ക് യോജിച്ചവയായിരിക്കണം. ഇനി നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ജേണിയുടെ രണ്ടാമത്തെ സ്റ്റേജ് 5 വർഷം മുതൽ 12 വർഷം വരെയുള്ള ഒരു കാലഘട്ടമാണിത്. ഈ ഒരു കാലഘട്ടത്തിലും കറക്ഷനുകൾ ഉണ്ടാവുന്നത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിനെ പ്രതികൂലമായി ബാധിക്കില്ല. ഈ ഒരു ടൈമിൽ എത്തുമ്പോഴേക്കും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് മെച്യൂരിറ്റി പ്രാപിച്ചിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റ് ഒരു സൈക്കിൾ പോലെയാണ്, അത് വ്യത്യസ്ത സ്റ്റേജുകളിലൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു മിഡിൽ ഫേസിലാണ് ഈ സൈക്കിളിന്റെ ഒരു കറക്കം പൂർത്തിയാവുന്നത്, സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന് എന്ത് വന്നിരിക്കുന്നു, ഒരു മെച്യൂരിറ്റി വന്നിരിക്കുന്നു. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിൽ അത്യാവശ്യം ഗ്രോത്ത് ഒക്കെ ഈ ഒരു സമയത്ത് ഉണ്ടാകണം. ഈ ഒരു മിഡിൽ ഫേസിൽ ഉണ്ടാവുന്ന കറക്ഷനുകൾ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന് ദോഷം വരുത്തില്ല, ഗുണം ചെയ്യുകയും ചെയ്യും. എന്നാൽ ഇയർലി ഫേസിൽ ഉണ്ടായ അത്രയും വലിയ ഗുണം ലഭിക്കണമെന്നില്ല, അത്രത്തോളം യൂണിറ്റുകൾ നമ്മുടെ പെട്ടിയിലേക്ക് വീഴണം എന്നില്ല. ഇനി നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ജേർണിയുടെ അവസാനത്തെ സ്റ്റേജ്, ഫൈനൽ സ്റ്റേജ് ആണ്. അവസാന 3 മുതൽ 5 വർഷം വരെയുള്ള ഒരു കാലാവധിയാണ്. ഈ ഒരു സമയമാവുമ്പോഴത്തേനും നമ്മുടെ പോർട്ട്ഫോളിയോ നല്ല രീതിയിൽ ഗ്രോ ചെയ്തിരിക്കും, നല്ലൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കും, നല്ലൊരു കോർപ്പസ് നമുക്ക് ഉണ്ടായി കാണും. ഈ ഒരു സമയത്ത് ഉണ്ടാകുന്ന ഇടിവുകൾ നമ്മുടെ പോർട്ട്ഫോളിയോയെ ലോസിലോട്ടൊന്നും കൊണ്ടുപോവുകയല്ല, പിന്നെ മറിച്ചെന്ന് സംഭവിക്കും, നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന പ്രോഫിറ്റ് കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു സ്റ്റേജിന്റെ അവസാന ഭാഗം എന്ന് പറയുന്നത്, അവസാനത്തെ 2 വർഷം അല്ലെങ്കിൽ 1.5 വർഷം എന്നൊക്കെ പറയുന്നത് ഒരു പ്രത്യേക സ്റ്റേജ് ആണ്. എന്ത് സ്റ്റേജ്? സ്റ്റേജ് ഓഫ് വെരി ക്ലോസ് ടു ഗോൾ. നമ്മുടെ ഗോളിലോട്ട് നമ്മളിങ്ങനെ എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇൻവെസ്റ്റ്മെന്റ് വിഡ്രോ ചെയ്യേണ്ടതിനെ പറ്റി ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു. അപ്പോൾ ഈ ഫൈനൽ സ്റ്റേജിൽ മാർക്കറ്റിൽ ഉണ്ടാവുന്ന കറക്ഷനുകൾ, ഇടിവുകൾ നമുക്ക് ഗുണം ചെയ്യില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ഒരു സമയത്ത് വ്യക്തമായിട്ടുള്ളൊരു പ്ലാനിങ് നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ഫണ്ടിനെ എങ്ങനെ സേഫ് ആക്കാം എന്നതിനെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ട ഒരു സമയമാണ്. കറക്ഷനുകളിൽ നിന്ന് എങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ ഗ്രോത്തിനെ സംരക്ഷിക്കാം. ഈ ഒരു സാഹചര്യത്തിൽ ഇൻവെസ്റ്റേഴ്സ് തീർച്ചയായിട്ടും പ്രൊഫഷണൽ അഡ്വൈസ് എടുത്ത് തന്നെ കാര്യങ്ങൾ മാനേജ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ എങ്ങനെയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് എന്നതിനെ പറ്റി ഒരു വീഡിയോ അധികം വൈകാതെ ചെയ്യുന്നുണ്ട്. അപ്പോൾ SIP സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇടിയുന്നതാണോ നല്ലത് എന്ന പൊതുവേ ഉള്ള ഒരു സംശയത്തിന് ഉത്തരം ലഭിച്ചു എന്ന് വിചാരിക്കുന്നു. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.